നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളറിയാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം വന്നാൽ സൂക്ഷിക്കുക. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കൂടാതെ പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയും നിങ്ങളുടെ അക്കൗണ്ട് മുഖേന ഒരു ട്രാൻസാക്ഷനും ചെയ്യാതിരിക്കുക. ബാങ്കിംഗ്, പണമിടപാട് മേഖലയിലുള്ള കുറ്റകൃത്യങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുമെങ്കിൽ പരിചയമുള്ള ആളുകൾക്ക് പോലും നമ്മുടെ അക്കൗണ്ട് മുഖേന മറ്റൊരു സോഴ്സിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാതിരിക്കുക. കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി തൻ്റെ സുഹൃത്തിന് വേണ്ടി ഒരു ട്രാൻസാക്ഷൻ നടത്തി. അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ട് ജയിലിലായിരിക്കുകയാണ്. ഈ വ്യക്തി സുഹൃത്തിന് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുത്തതിനാലാണ് ഇങ്ങനൊരു കുരുക്കിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ടെക്നിക്കൽ ഇറർ മൂലം സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആർക്കും പണം അയക്കാൻ സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് പണം സ്വീകരിക്കാൻ ഒരു അക്കൗണ്ട് നമ്പർ നൽകി സഹായിക്കണമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പുകാരനായ സുഹൃത്തിൻ്റെ സമീപനം. തുടർന്ന് അക്കൗണ്ട് വഴി നടത്തിയത് വൻ ഹവാല ഇടപാടുകളാണ്. ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള ട്രാൻസാക്ഷനാണ് ആ അക്കൗണ്ട് മുഖേന അവർ നടത്തിയത്. ഇതിന് പ്രതിഫലമായി കുറച്ച് തുകയും ഇദ്ദേഹത്തിന് അയാൾ നൽകി. ഹവാല പണമിടപാടുകൾ എന്താണ്? ബാങ്കുകൾ ഉപയോഗിക്കാതെ രഹസ്യമായി പണം കൈമാറുന്ന ഒരു അനധികൃത പണമിടപാട് സംവിധാനമാണ് ഹവാല. ഉദാഹരണത്തിന്, നിങ്ങൾ ദുബായിലുള്ള ഒരാൾക്ക് 1 ലക്ഷം രൂപ അയക്കണമെന്ന് കരുതുക. സാധാരണ രീതിയിൽ ബാങ്കിലൂടെയോ അംഗീകൃത മണി ട്രാൻസ്ഫർ സ്ഥാപനങ്ങളിലൂടെയോ പണം അയക്കണം. പക്ഷേ ഹവാലയിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെ ഒരു ഹവാല ഏജന്റിന് 1 ലക്ഷം രൂപ നൽകുന്നു. ആ ഏജന്റ് ദുബായിലുള്ള തൻ്റെ പങ്കാളിയെ അറിയിക്കും. തുടർന്ന് അവിടെ നിന്ന് ആ വ്യക്തിക്ക് 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുക നൽകും. അതായത് പണം രാജ്യാതിർത്തി കടന്നിട്ടില്ല, എന്നാൽ പണത്തിൻ്റെ മൂല്യം കൈമാറപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഹവാലയുടെ അടിസ്ഥാന രീതി. ഇതെന്തുകൊണ്ടാണ് നിയമവിരുദ്ധമാകുന്നത്? ഇത്തരം ഇടപാടുകൾ സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്താണ് നടക്കുന്നത്. ബാങ്ക് രേഖകളില്ല, നികുതി രേഖകളില്ല, റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണമില്ല. ഇത്തരം സംവിധാനങ്ങൾ പലപ്പോഴും നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, തീവ്രവാദ ഫണ്ടിംഗ് തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് തുടങ്ങിയ നിയമങ്ങൾ പ്രകാരം ഹവാല ഇടപാടുകൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. സാധാരണക്കാർ ഇതിലെങ്ങനെയാണ് കുടുങ്ങുന്നത്? ചിലർ ചെറിയ കമ്മീഷൻ തരാം, ഈ പണം മറ്റൊരാൾക്ക് കൈമാറിയാൽ മതി, ഈ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ മാത്രം പണം അയച്ചാൽ മതി എന്നിങ്ങനെ ആവശ്യപ്പെടാം. ഇത്തരം കാര്യങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു അനധികൃത പണമിടപാടിൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പണം സ്വീകരിക്കുകയോ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കുകയോ ചെയ്യരുത്. പണം വിദേശത്തേക്ക് അയക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ എപ്പോഴും ബാങ്കുകളോ RBI അംഗീകാരം ലഭിച്ച ഔദ്യോഗിക മണി ട്രാൻസ്ഫർ സേവനങ്ങളോ മാത്രം ഉപയോഗിക്കുക. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ, ശരിക്കും നല്ല പരിചയമുള്ള ആളുകൾക്ക് പോലും നമ്മുടെ അക്കൗണ്ട് ഉപയോഗിക്കാൻ നൽകാതിരിക്കുക എന്നതാണ് 2026 ചെയ്യാവുന്ന ബുദ്ധിപരമായ ഒരു തീരുമാനം. ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ വിദേശ പണമിടപാടുകളും ഹവാലയല്ല. ബാങ്ക് വഴിയോ അംഗീകൃത സ്ഥാപനങ്ങൾ വഴിയോ നടക്കുന്ന ഇടപാടുകൾ നിയമപരമാണ്. പ്രശ്നം ബാങ്ക് സംവിധാനത്തെ മറികടന്ന് രഹസ്യമായി നടക്കുന്ന പണമിടപാടുകളിലാണ്. അതിനാൽ ഹവാല ഇടപാടുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ചെറിയൊരു കമ്മീഷന് വേണ്ടി വലിയ നിയമപ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കുക. ഇത്തരം നിയമബോധവൽക്കരണ വീഡിയോകൾക്കും സർക്കാർ അറിയിപ്പുകൾക്കും സൈബർ സുരക്ഷാ വിവരങ്ങൾക്കും ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.